ബർക്കത്തങ്ങനെ ഏറ്റിക്കൊടുക്കും. ഇനിയും അയാളെ കൊണ്ട് ജനങ്ങൾ ജീവിക്കാൻ ഇഷ്ടം പോലെ സ്വത്ത് അയാൾക്ക് അല്ലാഹു കൊടുക്കും. അയാളാരും പറ്റിക്കൊന്നുമില്ല. അയാൾക്ക് അങ്ങനെ ആഫാത്ത് മുസീബത്തൊന്നും പറ്റില്ല. കാരണം അയാളെ കാരണം കൊണ്ടാണ് ആ പാവങ്ങളൊക്കെ ജീവിക്കുന്നത്. പാവങ്ങളോട് അയാൾ പറയും നിങ്ങൾ വില തരണ്ട, നിങ്ങൾ പോയിക്കോളി എന്ന് പറയും. പണക്കാരോട് അയാൾ പറയും അത് പണക്കാർക്കൊരു ആശ്വാസമാണ്, ഇപ്പൊ അല്ലെങ്കിൽ വേണ്ട 2 മാസം കൊണ്ട് തന്നാ മതി. അത്ര വലിയ ആശ്വാസമാണ്. ഒരാഴ്ച നീട്ടി കിട്ടിയാൽ തന്നെ ആശ്വാസമല്ലേ. ഇങ്ങനെ മാസക്കണക്കിന് നീട്ടിക്കൊടുക്കുമ്പോ അവർക്കും ആശ്വാസമാണ്. എല്ലാവർക്കും ഉള്ള ഈ ഒരു മനോഭാവം കൊണ്ട് ആ മനുഷ്യന് സ്വർഗത്തിലെത്തിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കാഴ്ചപ്പാടാണ്. ഒരാള് സ്വർഗത്തിലെത്തിയത് നടക്കുന്ന വഴിയിൽ ജനങ്ങൾക്കൊക്കെ തടസ്സമായ ഒരു മരം, ആ മരം കൊണ്ട് മുറിച്ചു മാറ്റിയിട്ട് ആളുകൾക്ക് വഴി സൗകര്യം കൊടുത്തു. അപ്പൊ പോകുന്ന ആൾക്കാരൊക്കെ പറയും അൽഹംദുലില്ലാ, ഇതുവരെ ഇതിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടകത്തെയും കൊണ്ടുപോകാൻ പറ്റൂല, ആടുകളെയും കൊണ്ടുപോകാൻ പറ്റൂല, വാഹനങ്ങളും പോകാൻ പറ്റൂല. ഇപ്പൊ നല്ല റാഹത്തായി. ഇവിടെ കഴിഞ്ഞ കൊല്ലം പോലെ അല്ല വിശാൽ. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ഒരു വമ്പൻ തേക്ക്. ആ തേക്ക് അതിന്റെ ഉടമസ്ഥനാണ് മുറിച്ച് അത് വിറ്റ് അത് വഴിയാണ് വിശാലമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അള്ളാഹു അയാൾക്ക് ആ വിശാലത മനസ്സയാൾ തോന്നിയത് കൊണ്ട് അയാൾ അള്ളാഹു സ്വർഗത്തിലെത്തിച്ചു. ഒരൊറ്റ മരാണ് അയാൾ മുറിച്ചു മാറ്റിയിട്ട് ജനങ്ങൾക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് നീക്കിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ കണ്ടില്ലേ, പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി ഒരു പാവപ്പെട്ട ജീവിയായ നായക്ക് വെള്ളം കോരിക്കൊടുത്തു. സാഹസികത അനുഭവിച്ചപ്പോൾ അയാളെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുത്തു. അയാൾ ആ ചെയ്ത പ്രവർത്തനം അല്ലാഹു സ്വീകരിച്ചു, അയാളെ സ്വർഗത്തിലെത്തിച്ചു. ആ നായ മണ്ണിങ്ങനെ നക്കി തുടച്ച് മാന്തി അതിന്റെ ഉള്ളിൽ എവിടെങ്കിലും നനവുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടു. നായന്റെ നാവ് കണ്ടപ്പോ ഉണങ്ങിയ നാവാണ്, വെള്ളം കിട്ടിയിട്ടില്ല. എന്നെപ്പോലെ അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖാണ് അതും, അതിനുമുണ്ട് ദാഹം എന്ന് മനസ്സിലാക്കി വെള്ളം കൊടുത്തപ്പോൾ ബഗിയായ വേശ്യാവൃത്തി ചെയ്യുന്ന ആ മനുഷ്യന്റെ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു. ഈ നന്മ മുൻതൂക്കമാക്കി അള്ളാഹു സ്വീകരിച്ച് ആ മനുഷ്യന്റെ നന്ദി അള്ളാഹു കബൂൽ ചെയ്ത് അള്ളാഹ് മാപ്പ് ചെയ്തു കൊടുത്തു. ഏറെക്കുറെ നിസ്കരിച്ചിരുന്ന, നോമ്പ് നോറ്റിരുന്ന, സ്വതക്ക ചെയ്തിരുന്ന ഒരു പെണ്ണ് ഒരു പാവം പൂച്ചയെ കെട്ടിയിട്ടു. കെട്ടയിച്ച് വിട്ടെങ്കിൽ